ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇവിടുന്ന് യാത്ര പോവാണ്. നേരെ ഇവിടുന്ന് പോകാൻ പോകുന്നത് കൂർഗ്. ഫസ്റ്റ് ഡേ മൈസൂർ, സെക്കൻഡ് ഡേ കൂർഗുമാണ്. അപ്പോൾ നമ്മളെ ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് റെഡിയായി. ഇപ്പോൾ പാർട്ടി വരിക, അവിടെ എടുക്കുക, നേരെ ഇവിടുന്ന് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് പുറത്തുനിന്ന് വേറൊരു സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇവിടുത്തെ റിസോർട്ടും കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആയിരുന്നു നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. ഈ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മളെ സ്റ്റേ. ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, പണി നടന്നിട്ടുള്ളൂ. പക്ഷെ റൂംസൊക്കെ നൈസ് കേട്ടോ, നല്ല അടിപൊളി റൂംസാണ്. ഇപ്പം ആൾക്കാർക്ക് എത്തി. ഏകദേശം ഇവിടുന്ന് പോകുന്ന പരിപാടിയായി. കാരണം ഫുള്ള് ലുക്കിലാണ് ഇതെന്ന്. ഇപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നേരെ ഇന്നത്തെ യാത്ര തുടങ്ങാണ്. എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കണ്ടല്ലേ? തെറ്റല്ലേ? അങ്ങനെ ഇതാ നമ്മുടെ റിസോർട്ടിനോട് യാത്ര പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാണ്. ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ സഹിക്കില്ലത്, വേറെ വഴിയില്ല. വെറുതെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിനടുത്ത് ഓടാണ്ട്. പിന്നെന്താ നല്ല അടിപൊളി റോഡ്, നല്ല അടിപൊളി റോഡായതുകൊണ്ട് പെട്ടെന്ന് ഓടി എത്താൻ നമുക്ക്. നാസറക്കാറ്റ് സാഹസികമായ ഡ്രൈവിങ്ങിലാണ് മച്ചാനോട്ടോ പാട്ടൊക്കെ ഉള്ളത്. നമ്മളെ ഫുഡ് കഴിക്കാതെ ഹോട്ടലിലെ പാർക്കിങ്ങിലെത്തിയിട്ട് നേരെ വണ്ടി സെറ്റാക്കണം, ഫുഡ് കഴിക്കണം. പിന്നെ അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് രാവിലെ റിസോർട്ടിൽ ഫുഡില്ല, നേരെ ഇവിടെയാണ്. ഇവിടെ എത്തി വണ്ടിക്ക് വർക്ക് ചെയ്തു, നേരെ ഹോട്ടലിലേക്ക്. എന്താ ശ്രക ഇപ്പോഴേ ബൊഫേ ആയിരുന്നു കേട്ടോ നമുക്ക്. അതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ കഴിക്കില്ലേ? പിടിക്ക് ഒരു പൂരി വെച്ചോ. കുഴപ്പമില്ല, എന്തായാലും ഒക്കെ സ്ഥലത്തേക്കല്ലേ പോണത്. അപ്പോൾ ഞാൻ ഈ പരിപാടിയും തീർക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. നാസറാക്കാന് ഭയങ്കര പോളിങ്ങാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ കൂർഗിലോട്ട് പോലെ കയറിക്കോ. നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടി കഴിഞ്ഞു. നേരെ നമ്മളെ കൂർഗ്. എൻ്റെ ഇടയിലൂടെ ഒരു പമ്പ് കാണുകയാണെങ്കിൽ നമുക്കൊന്ന് ഡീസൽ അടിക്കണം. ഡീസലും കുറച്ച് കുറവാണ്. ഇപ്പോൾ കർണാടക ആയതുകൊണ്ട് ഡീസലിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. 95 രൂപ. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം ഒരു 140 കിലോമീറ്ററിനടുത്തോളം സഞ്ചരിക്കാണ്ട് മൈസൂരിൽ നിന്ന് കൂർഗിക്ക്. നേരെ നമുക്ക് കൂർഗ് പോവാം. അപ്പോൾ നമ്മൾ കൂർഗിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാട്ടോ ബുക്ക് ചെയ്ത ഹോട്ടൽ. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിർത്തി. ബാംബു വില്ലേജ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരാം. അപ്പോൾ ഒരു ചിക്കൻ്റെ പമ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലാട്ടോ നമ്മൾ കഴിക്കാൻ നിർത്തിയുള്ളത്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതാ ഇവിടെയും ബൊഫേനായിട്ട് പരിപാടി. ബിരിയാണി ആയിരുന്നു ഫുഡ്, പക്ഷേ ഞാൻ ചോറ് മതി എന്ന് പറഞ്ഞു. നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടി കഴിഞ്ഞു. നേരെ നമ്മൾ പോകുന്നത് ബാംബു ഫോറസ്റ്റ്. എല്ലാവരും അതിൻ്റെ കണ്ണ പേയ്മെൻറ്റോട് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി കിട്ടും, നേരെ ബാംബു ഫോറസ്റ്റ്. ഇവിടെ അധികം ടൂറിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ബാംബു ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയണത്.
ഞാൻ പറഞ്ഞില്ല ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ബാംബു വില്ലേജത്തെ കുറച്ച് നൈസായിട്ട് കുറച്ചുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഉള്ളിലേക്ക് കയറുന്നില്ല, പുറത്തുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതുപോലെ പറഞ്ഞല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. പിന്നെ ഇതൊക്കെ വെച്ചാൽ പർച്ചേസിങ്ങിന് മെയിനായിട്ട് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ കൂർഗ് ഫൺ ഷോ എന്ന് പറഞ്ഞിട്ടൊരു 3D ഷോ പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മൾ സിപ്ലൈനെ കണ്ടു കേട്ടോ അവിടെ. ഇതുണ്ടോ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും. നമ്മളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ബാബു വില്ലേജിലത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളാണ്. അതൊരു കഴിഞ്ഞ പിന്നെ നേരെ നാട്ടിൽ കേട്ടോ. നാളെ ട്രിപ്പ് ഉണ്ട്, അപ്പോൾ നേരത്തെ കാലത്ത് എത്തണം. നമ്മളതാ ഗോൾഡൻ ടെമ്പിൾ. നമ്മളെ ഗോൾഡൻ ടെമ്പിൾ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പോൾ ഇവിടെ ആർട്ടി വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഫയൽ വന്ന് കൊണ്ടിട്ട് ഒന്ന് കാണിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഗോൾഡൻ ടെമ്പിൾ വന്ന് ഇറങ്ങി. അപ്പോൾ ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങാനുള്ള എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ടുണ്ട്, പോയി വരട്ടെ. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ചായ ഉണ്ട്, ഐസ്ക്രീം മതിയാറ്. മഴയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ്, ഇത് വെറൈറ്റി. ഇപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ആരും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നല്ല തെറിക്കാം. സംഭവം വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്, വേറെ ഒന്നുമല്ല. ഇത് പേടിക്കണ്ട. അപ്പോൾ അച്ഛൻ പറ നമ്മളിവിടുത്തെ ഒരു ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ നേരെ നാട്ടിലേക്ക്. ഇതിൻ്റെ ഇടയിൽ പോകണമെങ്കിൽ ഫുഡ് കഴിക്കണം. അതോടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഏകദേശം എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയി. ഒരു കയറ്റോടി ഉണ്ട്, ഒരു കയറ്റോടി. മുന്നോട്ട് പോവുക. ഇപ്പൊ ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമും ആടുവീട്ടിൻ്റെ തുടക്കം. ഇത് തുടക്കം റെന്റോമാണ്. വാടക കൊടുക്കുന്നൊരു കട, വാടക കൊടുക്കുന്നൊരു കടയിൽ നിന്നുമാണ് ഞാൻ തുടക്കം ഇടുന്നത്. നല്ലൊരു പണി കിട്ടി, നല്ലൊരു വണ്ടി വന്നു. കർണാടകയിലേക്ക് നടക്കുള്ളൂ കേട്ടോ, പെരുവി കിടപ്പില്ല. റോഡ് മൊത്തം അതിൻ്റെ വണ്ടിയാണ്. സ്പെഷ്യലാണ് ഇപ്പോൾ. നല്ലൊരു മൂഞ്ചലായില്ലേ. അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ സൈഡാക്കി നേരെ ഹോട്ടലിലേക്ക് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടി കഴിഞ്ഞു. നമ്മൾ നേരെ നാട്ടിലേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ച് ഓരോരുത്തർ വരുന്നേ ഉള്ളേ, കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ നൈസ് ഫുഡാണ്. അപ്പോൾ നമ്മളിതാ താമരശ്ശേരി ചുരം. അപ്പോൾ